നമ്മുടെ ഭരണഘടനയുടെ 3 പ്രധാന പില്ലറുകളാണല്ലോ പാർലമെൻറ്റും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും. ഇന്ന് കേരളത്തിൽ ഇതെല്ലാം തന്നെ ഏതാണ്ട് താളം തെറ്റിയ രീതിയിലാണ് പോകുന്നത്. പാർലമെൻറ്റ് പലപ്പോഴും ഡെമോക്രാറ്റിക് ആയിട്ട് പോകുന്നില്ല എന്നുള്ളൊരു പരാതി നിൽക്കുന്നു. ജുഡീഷ്യറിയെ പലപ്പോഴും പാർലമെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നു. മൂന്നാമതൊന്ന്, ഇപ്പോൾ സിവിൽ സർവീസിനെ വെറും അടിമയാക്കി വച്ചിരിക്കുന്നതായിട്ടും പറയാറുണ്ടെന്നുള്ളതിനകത്ത് ഒരുപാട് സത്യങ്ങളുണ്ട് താൻ. അതിൻ്റെ അവസാനത്തെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ 2 സീനിയർ IAS ഉദ്യോഗസ്ഥന്മാരായ, അതിൽ ഒന്ന് ഡോക്ടർ B. അശോക്. അദ്ദേഹം വളരെ സീനിയറായ ഒരു സെക്രട്ടറിയാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലായി. അതുപോലെ അദ്ദേഹം കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് പോലും വളരെ ശക്തമായ വിമർശനം സർക്കാരിൻ്റെ നടപടിക്കെതിരെ പലപ്പോഴും വരുന്നു. അദ്ദേഹം അതിന് കോടതികളെ സമീപിക്കുന്നു, കാറ്റിനെ സമീപിക്കുന്നു, സർക്കാരിനെതിരായിട്ട് വിധികൾ സമ്പാദിക്കുന്നു. എന്നിട്ട് ഞാൻ സർക്കാരിനെ കൊണ്ട് നിയമം നടപ്പിലാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ജിഹ്വയായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ വരെ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നു. മറ്റൊരാൾ N. പ്രശാന്ത് സർക്കാർ സർവീസിൽ നിന്ന് തന്നെ പുറത്തു പോയി സർക്കാർ ചട്ടങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് പുറത്തു നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ ഇവർ IAS അല്ലെങ്കിൽ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇല്ലാതെ ഇവരെ പുറത്താക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കേരള സർക്കാർ മിണ്ടാതിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകവരെ ചെയ്തേനെ. ഈ കലാപങ്ങളൊക്കെ എന്തിൻ്റെ സൂചനയാണ് സാർ ആദ്യം തുടങ്ങിയത് അവിടെ നിന്ന് തുടങ്ങാം. അതെ, അതായത് നമ്മുടെ രാജ്യത്ത് ലെജിസ്ലേച്ചർ, പിന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഈ 3 കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാന്യതകൾ നിലനിർത്തുന്നില്ല എന്നാണ് സാർ പറഞ്ഞ ഒരു കാര്യം. കേരളത്തിലല്ല, അത് ഒരു ഫാക്റ്റാണത്. അതിൽ നമ്പർ 1 നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാതൃക കാണിക്കേണ്ട ഒരു സ്ഥാപനമാണ് അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പഴയകാലത്തെ പോലെ ഇപ്പോൾ സഭ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ഗവൺമെൻറ്റിന് ശേഷം സഭ കാണിക്കേണ്ടതേ കാണിക്കൂ, കാണിക്കേണ്ടാത്ത കാണിക്കത്തില്ല. ലൈവായിട്ട് കാണിച്ചത് തന്നെ ഈ നടപടികൾ മുഴുവൻ സുതാര്യമായിരിക്കണം, ജനങ്ങൾ ഇത് കണ്ട് അവരെ വിലയിരുത്തണം, അവർക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം കൊടുക്കണമെന്ന് കൂടി വിചാരിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ ഒരു മാതൃക കാണിച്ചത് നമ്മൾ സാർ ഈ എഡിറ്റ് ചെയ്ത് അതാ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു സ്ഥിതി അതാണ്. ഇതേ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് നമ്മുടെ 150 MLA-മാരിലെ ഒരാൾക്ക് മാത്രമേ ഹഠയോഗിയുള്ളൂ. ഒരു ഹഠയോഗി നമുക്കുണ്ട് ഈ അന്തരീക്ഷത്തിലൂടെ നടക്കുന്നത്. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അദ്ദേഹത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള നടപ്പ്, പിന്നെ ഡെസ്കയിലുള്ള കിടപ്പ്, പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിട്ടും സാർ ആലോചിച്ച് നോക്കണം. കുട്ടികൾക്ക് മാതൃകയായല്ലോ. ഇതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നടക്കുന്നത്. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെക്കുറിച്ച് നമ്മുടെ ധാരണയെ പരിപൂർണമായി ഇല്ലാതായിപ്പോയി. കാരണം അത് നമ്മളൊരു മാർക്കറ്റ് പ്ലേസ് പോലെ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ നമ്മുടെ MLA-മാർ അധപ്പതിപ്പിച്ചു, നിലവാരമില്ലാത്ത MLA-മാർ അധപ്പതിപ്പിച്ചു. സാർ വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ സ്പീക്കറുടെ ഡയസിൽ ചാടി കയറുന്ന കുറേ MLA-മാരുണ്ടായിരുന്നു. സ്പീക്കറുടെ ഡയസിൽ കയറിയ ഒരൊറ്റ MLA രക്ഷപ്പെട്ടിട്ടില്ല സാറേ. CBC വാര്യർ തൊട്ട് ഇന്ന് വരെയുള്ള MLA-മാരിൽ സ്പീക്കറുടെ ഡയസിൽ ചാടി, അതൊരു സാങ്ക്ടം സാങ്ക്ടോറിയമാണ്. അത് ആരവിടെ ഇരുന്നാൽ സ്പീക്കർക്കല്ല, അതിൻ്റെ ഒരു പവിത്രതയുണ്ട്. ആ പവിത്രത ഇല്ലാതാക്കിയ MLA-മാരെല്ലാം രാഷ്ട്രീയത്തിൽ അപ്രസക്തരായിട്ട്. സാറ് ഞാനൊരു സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ സാറ് ശ്രദ്ധിച്ചുകൊണ്ടാണ്. അല്ല, അത് വളരെ ശരിയാണ്. അപ്പോൾ സാറ് അവരുടെ കണക്കെടുക്കണം, എടുത്ത് നോക്കിക്കൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഞാൻ ലെജിസ്ലേച്ചറിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ജുഡീഷ്യറിയെക്കുറിച്ച് പറയുമ്പോൾ, ജുഡീഷ്യറിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പ് അനുദിനം കുറഞ്ഞു വരികയാണ്. പല വിധികളും കോമൺ സെൻസിന് നിരക്കുന്നതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് നടന്ന ഒരു അന്വേഷണം, അത് കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങുമൊക്കെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒന്നാണ്. പക്ഷേ 3 ദേവസ്വം ബോർഡ് മെമ്പർമാരിൽ 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ഒരാൾക്കില്ലാത്ത അസുഖത്തിൻ്റെ പേരിൽ എക്സംഷൻ കൊടുക്കുകയും ചെയ്തു. രാജാ വിജയരാഘവനും പിന്നെ ജസ്റ്റിസ് ജയകുമാർ 2 പേരുമായിരുന്നല്ലോ നേരിട്ട് അന്വേഷണം നടത്താൻ മുൻകൈ എടുത്ത 2 പ്രഗത്ഭരായ ന്യായാധിപന്മാർ. പക്ഷേ ഈ അസുഖമാണ് എന്ന് പറഞ്ഞ ആളിൻ്റെ അസുഖം പരിശോധിക്കാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. ബദറുദ്ദീൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് ബദറുദ്ദീൻ ഇടപെട്ടപ്പോഴല്ലേ സാറേ അദ്ദേഹത്തിനെ അകത്താക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ വിശ്വാസം അർപ്പിച്ചിരുന്നൊരു ബെഞ്ചിന് വന്ന
ഒരു വിശ്വാസ തകർച്ച ഞാൻ സാറിനോട് പറയുന്നത്. അതെ. ജസ്റ്റിസ് ബദറുദ്ദീൻ വന്നില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ല. പിന്നെ ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് ഇനി അല്ല പറഞ്ഞത്. സാർ, SIT ഈ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് SIT ഉണ്ടാക്കിയിട്ട് SITയുടെ പ്രവർത്തനം നേരെ നടന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ വരുന്നു, എന്നിട്ട് പിന്നെ സ്വാഭാവികമായ ജാമ്യം എല്ലാ പ്രതികൾക്കും കിട്ടുന്നു. അപ്പോൾ പോറ്റി മുതൽ പത്മകുമാർ വരെയുള്ള എല്ലാവരും പുറത്തിറങ്ങി വിലസി നടക്കുന്നു എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ആ ഒരു SIT ഉണ്ടാക്കിയതും ഇതിൽ മേൽനോട്ടം വഹിച്ചതും എവിടെ പോയി നിൽക്കുന്നു എന്ന് ചോദിക്കുന്ന വിധത്തിലൊരു സംഭവമായി മാറിയില്ലേ സാർ? അല്ല, അതെ സാറേ, എൻ്റെ പ്രശ്നം വെച്ചാൽ ഹൈക്കോടതി നേരിട്ടുള്ള പിന്നെ നിയന്ത്രണത്തിൽ നടന്ന SITയുടെ അന്വേഷണം അത് തന്നെ പാളുന്നു. അപ്പം നേരിട്ട് ഹൈക്കോടതി അന്വേഷിച്ചാലും രാജ്യത്ത് നടക്കേണ്ടതൊക്കെ നടക്കൂ, അല്ലെങ്കിൽ അതേ സംഭവിക്കൂ എന്ന് പറഞ്ഞാൽ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് ഞാൻ പറയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട് സാർ. അത് കേൾക്കുന്ന പൊതുജനത്തിന് മനസ്സിലാവും. അതിൽ കൂടുതൽ പറയുന്നിട്ട് കാര്യമില്ല. അപ്പം ഇതാണ് ജുഡീഷ്യൻ്റെ ഒരു സ്ഥിതി ഞാൻ സാറിന് പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവാണ് സാർ. എക്സിക്യൂട്ടീവിൽ എന്നും നമുക്ക് ധീരന്മാരായ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു, ധീരന്മാരായ IASകാരുണ്ടായിരുന്നു, പലരുടെയും പേരെടുത്ത് പറയാൻ പറ്റുന്ന നല്ല ഒന്നാം തരം കളക്ടർമാർ, നല്ല ഒന്നാം തരം സെക്രട്ടറിമാർ എല്ലാം കേരളത്തിലുണ്ടായിരുന്നു. ഒരുപാട് പ്രഗത്ഭന്മാരായ ആളുകളുണ്ടായിരുന്നു. ഇന്ന് ഈ പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ പിന്നെ ബ്യൂറോക്രസിക്ക് വന്ന ഒരു തകർച്ച സാർ നോക്കണം. ബ്യൂറോക്രസിയുടെ തകർച്ച, ബ്യൂറോക്രസിയിൽ എന്നും ജനങ്ങൾ ഓർത്തിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഉദാഹരണത്തിന് TP സെൻകുമാർ. അദ്ദേഹത്തോടെ നീതികേട് കാണിച്ചപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി കേസ് നടത്തി അദ്ദേഹം വിജയിച്ച് DGP ആയിട്ട് വന്നു. ഇന്നും നിയമവിദ്യാർത്ഥികൾ പഠിക്കാനുള്ളൊരു വിഷയമാണ് TP സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ TP സെൻകുമാർ എന്ന് പറഞ്ഞൊരാൾ, വേറെ എത്രയോ IPSകാരുണ്ട് സാർ, ഇവരെ ആരെങ്കിലും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടോ? TP സെൻകുമാറിനെ നമ്മൾ ഓർത്തിരിക്കുന്ന ധീരനായോണ്ടാണ്. അതുപോലെ മാത്രമല്ല സാർ, അദ്ദേഹം ഒരു മാതൃകയും കൂടെ സൃഷ്ടിച്ചു. ഒരു DGP ആയ ഒരാളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അനാവശ്യമായി ഡിസ്റ്റർബ് ചെയ്യാനോ പാറ്റാനോ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് കൂടെ സമ്പാദിച്ചു. ആ ഉത്തരവ് ഇന്ത്യക്ക് മുഴുവൻ ബാധകമായി. ഇല്ലെങ്കിൽ ഏത് നിമിഷവും സർക്കാരിന് അനുഭവനായ DGP പിന്നെ ലോ ആൻഡ് ഓർഡേഴ്സിനെ മാറ്റി സ്ഥാപിക്കാമായിരുന്നു. അതുപോലും ഇല്ലാതാക്കാൻ ഉള്ള നടപടികൾ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനപ്പുറത്ത് വേറെ വശമുണ്ട് സാറേ. ആത്മാഭിമാനം ഇല്ലാത്തവനും അഴിമതിക്കാരനും സ്വാർത്ഥനുമായ ഒരുത്തൻ ഈ നിയമത്തിൻ്റെ തണലിൽ അവിടെ കയറി പറ്റിയാൽ അവന് സുഖമായി അടുത്തും പറ്റി പോകാം എന്നുള്ള സ്ഥിതി വന്നതും സാർ ചരിത്രത്തിൽ കാണുമല്ലോ. ഞാൻ പേരൊന്നും പറയുന്നില്ല. അല്ല, അത് പിന്നെ കണ്ടു സാറേ. TP സെൻകുമാർ പോയതിനു ശേഷം വന്നതാരൊക്കെയാ സാറേ? അതാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അതിനകത്ത് ആത്മാഭിമാനമുള്ള ഒരുത്തൻ്റെ ഒരു കസേരയിൽ ഇരുന്നാൽ അവന് സുരക്ഷിതത്വം കൊടുക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. ആത്മാഭിമാനമില്ല അഴിമതിക്കാരനുമാണെങ്കിൽ അവന് കൊടുക്കുന്ന സുരക്ഷിതത്വം ജനാധിപത്യത്തോടും ജനങ്ങളോടും ചെയ്യുന്ന നീതികേടാണ്. ആ വിഷയം വേറെ വിഷയമാണ് ഞാനിത് വിടുന്നത്. ഇപ്പം നമ്മുടെ മുന്നിലുള്ള വിഷയം പിന്നെ B അശോകും N പ്രശാന്തിൻ്റെയാണ്. സാറേ, B അശോക് അദ്ദേഹം ഒരു ബോൺ ഫൈറ്ററാണ്. അനീതിക്കെതിരെ ഏതറ്റം വരെ ഫൈറ്റ് ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അഴിമതിയുടെ കറ പുരളാത്തവനാണ്. അഴിമതിയുടെ കറ പുരണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതെ, അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നിൽക്കുന്ന IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. അഴിമതിയുടെ ചെളിക്കുട്ടിൽ നീന്തി തുടിക്കുന്ന IASകാരുണ്ട്. നമ്മളങ്ങോട്ട് എടുത്താൽ കാണാൻ നിൽക്കും. ഒരു പരിധിവരെ ഇവർ ഈ മെയിൻ മീഡിയയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം സജീവമായതോടുകൂടിയാണ് പലരും ഒന്ന് നിയന്ത്രിക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്ത് നഷ്ടപ്പെട്ടാലും ഒരാളെ കൊല്ലാനല്ലേ പറ്റുള്ളൂ, സത്യം പറയുന്നൊരുത്തനെ കൊല്ലാനല്ലേ പറ്റുള്ളൂ, അതിനപ്പുറമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ B അശോക് എടുത്തിരിക്കുന്നതിന് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, KCBയിലെ അദ്ദേഹം ചെയർമാനായിട്ട് വന്നു. KCBയെ വരച്ച വരെ നിർത്തിയില്ലേ സാറേ? തീർച്ചയായും. അവിടെ കുറേ 2-3 പിന്നെ നേതാക്കന്മാരുണ്ട്, സഖാക്കൾ. അവരാ KCBയിലെ പിന്നെ ദൈവങ്ങൾ, അവരാ തീരുമാനം എടുക്കുന്നത്. എല്ലാത്തിനും അടിച്ച് പുറത്ത് കളഞ്ഞില്ലേ? പക്ഷേ അവസാനം അവർ അദ്ദേഹത്തിനെ അടിച്ച് പുറത്ത് കളഞ്ഞു. അത് വേറെ കാര്യം. അവർക്കെതിരെ യുദ്ധം നടത്താൻ അദ്ദേഹം തയ്യാറായി. അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തടയുമെന്ന് പറഞ്ഞു, കയ്യേറ്റം നടത്തുമെന്ന് പറഞ്ഞു, കൊല്ലുമെന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞില്ലേ? അതിനൊക്കെ അതിജീവിച്ച മനുഷ്യൻ അവിടെ KCBയെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ? പിന്നെ വൈസ് ചാൻസലറായിട്ട് പോയി കാർഷിക സർവകലാശാലയിൽ, അല്ലേ? അതോ വെറ്ററിനറി സർവകലാശാല. അവിടെ പോയി. അവിടെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അപ്പം ഇത്തരം ചില അന്തസ്സും ആത്മാഭിമാനവുമുള്ള അഴിമതിയുടെ കറപുരളാത്ത ഉദ്യോഗസ്ഥന്മാരാണ് എന്നെപ്പോലെയും അങ്ങേപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഈ നമ്മുടെ ബ്യൂറോക്രസിയിൽ പ്രത്യാശ നൽകുന്ന ആളുകൾ. സാറേ, വില്ലേജ് ഓഫീസ് തൊട്ട് ചീഫ് സെക്രട്ടറി ഓഫീസ് വരെ കറക്റ്റല്ലേ? ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറിക്കെതിരെ എത്രയാണ് സാറേ ആരോപണങ്ങളുള്ളത്? ഒന്നിന് പറയാം ഒന്നാട്ടെ, ഈ ചീഫ് സെക്രട്ടറിയായിട്ട് യുദ്ധം ചെയ്ത ആളല്ലേ N പ്രശാന്ത് പറയുന്നത്. ഇദ്ദേഹം ഒപ്പിടാതെ തന്നെ വളരെ നാള് സർവീസിൽ വരാതെ നടന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ട് ഒപ്പിടുകയാണ് ചെയ്യുന്നത് എന്ന് വരെ പറയുന്ന സാഹചര്യം. അദ്ദേഹം കോഴിക്കോട് ഒരു നല്ല കളക്ടറായിരുന്നു.
ആഭ്യന്തരമന്ത്രിയുടെ കൂടി ഇരുന്നപ്പോൾ അദ്ദേഹം പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, നല്ല പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഇതുപോലെ നല്ലൊരു പ്രൈവറ്റ് സെക്രട്ടറി കിട്ടിയുകൊണ്ടാണ്. അതെ. പിന്നീട് കോഴിക്കോട് കളക്ടറായപ്പോൾ ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ഇദ്ദേഹം മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോടിൻ്റെ മാപ്പ് കൊടുത്തു. അപ്പം പരിഹസിക്കാനും പ്രതിയോഗികളെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അറിയാം. കുന്നംകുളം മാപ്പ് അല്ലേ? കുന്നംകുളത്തിൻ്റെ മാപ്പ്. അപ്പം ഇന്ന് അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ അഴിമതിക്കാരനായ IAS-കാരന് അര ദിവസം മാറി നിൽക്കാനൊക്കെ പറ്റില്ല സാറേ. അത്രയും കാശ് പോകത്തില്ലേ, അത്രയും ഫയലുകൾ അങ്ങ് പോയില്ലേ, അതിൻ്റെ കാശങ്ങ് പോയില്ലേ. ഇത് ദീർഘനാളായിട്ട് സസ്പെൻഷൻ നടന്നപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നോളാം, എൻ്റെ വീട് പണി നടത്തട്ടെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. അങ്ങനെ പറയാൻ ആർജവമുള്ള എത്ര IAS-കാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് വളരെ അപൂർവമാണ്, വളരെ അപൂർവമാണ്. അപ്പം ഇത് രണ്ടിനും വന്ന കുഴപ്പം തന്നെയാണ്. ഒന്ന് പിന്നെ പാർലമെൻറ്റിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് വന്ന ഒരു കുഴപ്പവും പാർലമെൻറ്റിന് വന്ന കുഴപ്പവും ഒന്നിച്ച് ചേർന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ വ്യക്തമായിട്ട് കാണാം. പിന്നെ ഒരു കാര്യം, ആദ്യം ഏറ്റവും പഴയയായി വരുന്നത് നമ്മുടെ മന്ത്രിമാരാണ്, ക്യാബിനറ്റാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന കാരണം. സാർ, ഈ ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടിടത്തിരുന്നാൽ ബാക്കി നേരെ നടക്കുമെന്ന് പറയാറില്ലേ? ഇത് പണ്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സർവീസിൽ ഞാൻ കണ്ടത് ഒരു 80കളുടെ അവസാനം വരെ, അതായത് 1997 നായനാർ ഗവൺമെൻറ് വരെ വലിയ കുഴപ്പമില്ലാതെ പോയതാണ്. അതിനുശേഷം പിന്നീടാണ് ഈ ഒരു പ്രവണത, അതായത് ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ചിന്തിക്കുന്ന ഒരവസ്ഥ. അതിനു മുമ്പ് വരെ ഈ സിവിൽ സർവീസിനെ കൂടെ ചേർത്തുകൊണ്ടാണ് ഇവർ പ്രവർത്തനം നടത്തിയിരുന്നത്. അതിൻ്റെ ഗുണം അന്നത്തെ കാലത്തെ ഭരണത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ 70കളിലെ ഭരണം നോക്കിയാൽ വളരെ നല്ല രീതിയിൽ ഭരണം നടന്നിട്ടുണ്ട്. അച്യുതമേനോനെയൊക്കെ സമ്മതിക്കണം, വളരെ ഭംഗിയായിട്ട് ഈ എക്സിക്യൂട്ടീവിനെയും ഒപ്പം മന്ത്രിമാരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഈ പോളിസികൾ തയ്യാറാക്കുക, അതുപോലെ തന്നെ സർക്കാരിന് വേണ്ട പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രധാനമായിട്ട് പിന്നെ മിനിസ്റ്റേഴ്സിന്, ക്യാബിനറ്റിന് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അഡ്വൈസ് പോയിട്ട് അവർക്ക് ചെവിയിൽ പോലും ഒരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയായി എന്നാണ് ഡോക്ടർ ബി അശോക് പറയുന്നത്. അല്ല സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചതേ, ബി അശോകിനെ പോലെ എൻ പ്രശാന്തിനെ പോലുള്ള IAS-കാർ ഇവിടെ ഉണ്ടല്ലോ, നോ എന്ന് പറയാൻ അവർക്ക് ആർജവമുണ്ട്. ഇതെല്ലാവരുമായിട്ട് അവർ കാണിച്ച ഏറ്റവും വലിയ ആർജവം, രാജാവ് നഗ്നനാണെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ ആർജവം കാണിച്ചു. അതാണ് അവരുടെ നമ്മുടെ ഗവൺമെൻറ് സർവീസിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന. പിന്നെ ഒരു കാര്യം കൂടെ സാർ മനസ്സിലാക്കണം, മന്ത്രി മാത്രം വിചാരിച്ചാൽ അഴിമതി നടക്കത്തില്ല. വകുപ്പ് സെക്രട്ടറിയോട് ഉണ്ടെങ്കിലേ അഴിമതി നടത്താൻ കഴിയൂ. മന്ത്രിക്ക് നടത്തേണ്ട അഴിമതി വകുപ്പ് സെക്രട്ടറിയെ ഉപയോഗിച്ച് നടത്തുകയും അതിൻ്റെ കമ്മീഷൻ വകുപ്പ് സെക്രട്ടറിക്ക് വീതം വെക്കുകയും ചെയ്യുന്ന നിർഭാഗ്യകരമായ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന രണ്ട് ഫൈറ്റർമാരായിട്ടാണ് ഞാൻ എൻ പ്രശാന്തിനെയും ബി അശോകിനെയും കാണുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ചുരുക്കം ചില സിവിൽ സർവീസ് പിന്നെ ഉദ്യോഗസ്ഥന്മാരിൽ തീർച്ചയായിട്ടും അവരുടെ പേരുണ്ടാകും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫൈറ്റ് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് സമൂഹത്തിന് വേണ്ടിയാണ്. സിവിൽ സർവീസിൻ്റെ അന്തസ്സ് നിലനിർത്താനാണ്. അധമന്മാരായ അഴിമതിക്കാരായ മന്ത്രിമാരെ തുറന്നു കാട്ടാനാണ്. ഈ ഫൈറ്റ് അവർ തുടരട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യം അവർക്ക് ആത്മാർത്ഥമായി പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.